ഈ പുതിയ വർഷത്തിന്റെ ആദ്യ ദിവസം തന്നെ നമ്മുടെ സഹോദരിമാരൊരുമിച്ച് പ്രാർത്ഥിപ്പാൻ കർത്താവ് നമുക്ക് ഭാഗ്യം നൽകിയല്ലോ. കർത്താവിന്റെ സാന്നിധ്യം കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഈ പുതിയ വർഷത്തിലും നമുക്ക് കർത്തൃപാദപീഠത്തിലിരിപ്പാൻ ഭാഗ്യം നൽകിയത്. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്ന് പകലിൽ ഒരുമിച്ച് പ്രാർത്ഥിപ്പാൻ, അനേക വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ, നല്ല അനുഭവ സാക്ഷ്യം കേൾക്കുവാൻ ഒക്കെയും ദൈവം ഓരോരുത്തരുടെ എങ്ങനെയാണ് പിടിച്ച് നടത്തിയത്, എങ്ങനെയാണ് നടന്നത്, നടന്നതാണോ അതോ എന്നെ നടത്തിയതാണോ എന്നൊക്കെയും തിരിഞ്ഞു നോക്കി ദൈവത്തിന് മഹത്വം കൊടുക്കുവാനുള്ള സന്ദർഭമാണ്. ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് നമ്മെ തന്നെ താഴ്ത്തി പ്രാർത്ഥനയോടെ ആയിരിക്കാം. നമുക്ക് ഒരു പുതിയ വർഷം ദൈവം തന്നിരിക്കുകയാണ്. ഈ പുതിയ വർഷത്തിൽ നമ്മുടെ മുമ്പിൽ എന്തൊക്കെയാണെന്ന് നമുക്ക് ആർക്കും അറിഞ്ഞുകൂടാ. പക്ഷേ നമ്മെ നടത്തുന്നവൻ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് നിരാശയില്ല. നമുക്കൊരു ഉടയവനുണ്ട്, നമ്മളെ കാണുന്നവനുണ്ട്, കേൾക്കുന്നവനുണ്ട്, കരുതുന്നവനുണ്ട്, കാലഗതികളെ നിയന്ത്രിക്കുന്നവനുണ്ട് എന്നുള്ള ആശ്രയബോധമാണ് നമുക്ക് ദൈവസന്നിധിയിൽ നിൽക്കുവാനായിട്ട് ഇടയായിത്തീരുന്നത്. ഒരു വാക്യം നോക്കാം. 65-ാം സങ്കീർത്തനം 11-ാം വാക്യം. നീ സംവത്സരത്തെ നിന്റെ നന്മ കൊണ്ട് അലങ്കരിക്കുന്നു, നിന്റെ പാതകൾ പുഷ്ടി പൊഴിക്കുന്നു. സ്തോത്രം. ദൈവത്തിന്റെ വചനം പറയുന്നു, നീ സംവത്സരത്തെ നിന്റെ നന്മ കൊണ്ട് അലങ്കരിക്കുന്നു. അലങ്കരിക്കുന്നു എന്ന് മലയാളത്തിൽ പറയുന്നുണ്ടെങ്കിലും ഇംഗ്ലീഷിലും മറ്റും ക്രൗണത്ത്, നീ സംവത്സരത്തെ നിന്റെ നന്മ കൊണ്ട് കിരീടമണിയിക്കുന്നു എന്നാണ്. സ്തോത്രം. കിരീടമണിയിക്കുന്നു. ലോകത്തിൽ ഒരു പുതിയ വർഷം തുടങ്ങുമ്പോഴേക്കും അനേകരും അവരുടെ ഭൗതികമായ വിഷയങ്ങൾക്ക് വേണ്ടി കിരീടം അണിയിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സമയമാണ്. പ്രശംസിക്കുക, പുകഴ്ത്തുക, ആർഭാടമായി വെളിപ്പെടുത്തുക, ഇതെല്ലാം പുതുവർഷത്തിന്റെ ആരംഭമാണ്. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നത്, ഒരു സംവത്സരത്തെ മുഴുവൻ നിനക്ക് ദൈവം നന്മ കൊണ്ടാണ് കിരീടം അണിയിക്കുന്നത്. ദൈവത്തിന്റെ നന്മയില്ലെങ്കിൽ ഒരു ദൈവപൈതലിന് ഇവിടെ ജീവിപ്പാൻ അർത്ഥമില്ലാത്തതാണ്. ദൈവമക്കൾ ഇവിടെ അർത്ഥമുള്ളതും ദൈവത്തിന് വേണ്ടി നിൽക്കുന്നതും തൻ്റെ കൃപ കൊണ്ട് മാത്രമാണ്. തൻ്റെ നന്മ കൊണ്ട് കിരീടമണിയിക്കുന്നു. മനുഷ്യർ സ്വയം പ്രശംസിപ്പാൻ ആഗ്രഹിക്കുമ്പോൾ തന്നെ ഒരു പുതുവർഷത്തിന്റെ അവസാന ദിവസം ആർഭാടമായി കൊട്ടിഘോഷിക്കുകയും പുതുവർഷത്തിലേക്ക് ആർഭാടത്തോടെ പ്രവേശിക്കുകയും ചെയ്യുമ്പോൾ അടുത്ത മിനിറ്റിൽ കേൾക്കുന്നത് ഭയങ്കര സംഭവങ്ങളൊക്കെയാണ്. ദുഃഖകരമായ, കണ്ണുനീർ നിലയ്ക്കാത്ത അനുഭവങ്ങൾ കൂടൊക്കെ കടന്നു പോവുകയാണ്. എന്നാൽ കാലങ്ങൾ മാറിയാലും സംവത്സരങ്ങൾ മാറിയാലും ഒരു ദൈവപൈതലിന് അവരുടെ സന്തോഷം, സമാധാനം, ദൈവത്തിലുള്ള ആശ്രയം ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല. ദൈവമക്കൾക്ക് മാത്രമേ നന്മ കൊണ്ടുള്ള കിരീടമുള്ളൂ. ദൈവത്തിന്റെ നന്മ കൊണ്ട്. അതാണ് 33-ാം സങ്കീർത്തനം 18-19 വാക്യങ്ങൾ വായിക്കുന്നത്. യഹോവയുടെ ദൃഷ്ടി തൻ്റെ ഭക്തന്മാരുടെ മേൽ ഇരിക്കുന്നു. യഹോവയുടെ ദൃഷ്ടി തൻ്റെ ഭക്തന്മാരുടെ മേൽ എപ്പോഴും ഇരിപ്പുണ്ട്. എന്തിനു വേണ്ടി? ക്ഷാമത്തിൽ അവരെ വിടുവിപ്പാനും മരണത്തിൽ നിന്ന് അവർക്ക് നീക്കുപോക്ക് കൊടുക്കാനും. അപ്പോൾ ഈ ലോകത്തിൽ മനുഷ്യന്റെ വൈദഗ്ധ്യം കൊണ്ടല്ല മരണത്തിൽ നിന്ന് നീക്കുപോക്ക് കിട്ടുന്നത്, അല്ലെങ്കിൽ ക്ഷാമത്തിൽ നിന്ന് വിടുതൽ കിട്ടുന്നത്. ഉയരത്തിലെ നന്മ കൊണ്ടാണ്. ഉയരത്തിലെ ഒരു കണ്ണ് എപ്പോഴും തൻ്റെ മക്കളുടെ മേലുണ്ട്. അതവരുടെ മേൽ വെച്ചിരിക്കുകയാണ്.
ഒരിക്കലും വല്ലപ്പോഴും ദൈവം നോക്കുകയല്ല, പിന്നെയോ ദൈവത്തിന്റെ ദൃഷ്ടി എപ്പോഴും തന്റെ മക്കളുടെ മേലുണ്ട്. അതുകൊണ്ടാണല്ലോ ഇയ്യോബിന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ എന്റെ കണ്ണ് എപ്പോഴും എന്റെ ഭക്തന്റെ മേലുണ്ടെന്ന് സാത്താനോട് ദൈവം പറയുന്നു. നീയും കൂടെ എന്തിനാണ് അവന്റെ മേൽ കണ്ണു വെച്ചത്? അവൻ എന്റെ പ്രോപ്പർട്ടിയാണ്, അവൻ എന്റേതാണ്, എന്റെ വകയാണ്, നിഷ്കളങ്കനാണ്, നേരുള്ളവനാണ്, ദൈവഭക്തനാണ്, ദോഷം വിട്ടകന്ന് ജീവിക്കുന്ന അവൻ എനിക്കുള്ളവനാണ്. അപ്പോൾ ദൈവത്തിന്റെ ദൃഷ്ടി തന്റെ മേൽ എപ്പോഴും ഉണ്ടായിരുന്നു. തന്റെ മേൽ മാത്രമല്ല, തനിക്കുള്ള സർവത്തിന്മേലും ഉണ്ടായിരുന്നു. എന്റെ കുഞ്ഞുങ്ങൾ പല വീടുകളിൽ പാർക്കുന്നെങ്കിലും അവരുടെ മേലും കർത്താവിന്റെ കണ്ണും കാവലും ഉണ്ടായിരുന്നു. അവന്റെ കക്കാലികൾ വയലിൽ എന്ന് വേണ്ട എല്ലാറ്റിനും ചുറ്റും തന്റെ കണ്ണുകൊണ്ടുള്ള വേലി ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ്? ദൈവത്തിന്റെ സ്വന്തമായതുകൊണ്ടാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ പല സ്ഥലങ്ങളിലോ പല രാജ്യങ്ങളിലോ ആയിരിക്കുമ്പോൾ എപ്പോഴും അവരുടെ മേൽ കണ്ണുണ്ടല്ലോ, ശ്രദ്ധയുണ്ടല്ലോ. അവരുടെ ഭക്ഷണം, അവരുടെ ജീവിത രീതി, അവരുടെ സാഹചര്യങ്ങൾ എന്ന് വേണ്ട അവരുടെ ഭാവി എല്ലാത്തിന്മേലും മാതാപിതാക്കളുടെ കണ്ണുള്ളത്. അനേകം കുട്ടികൾ വേറെ പഠിക്കുന്നുണ്ട്, പക്ഷെ അവരുടെ മേലല്ല, സ്വന്തം മക്കളുടെ മേലാണ് കണ്ണുള്ളത്. ഇതുപോലെയാണ് ദൈവത്തിന്റെ കണ്ണുകൊണ്ടുള്ള വേലിക്കെട്ടിനകത്താണ് ദൈവമക്കൾ ആയിരിക്കുന്നത്. അതുകൊണ്ടാണ് ദൈവത്തിന്റെ നന്മ കൊണ്ട് കിരീടമണിയിക്കുന്നത്. ഇത് ആവർത്തന പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു. 11-ാം അധ്യായം 12-ാം വാക്യത്തിൽ ആണ്ടിന്റെ ആരംഭം മുതൽ അവസാനം വരെ യഹോവയുടെ ദൃഷ്ടി ആ ദേശത്തിന്മേൽ ഇരിക്കുന്നത്. ദൈവ ഇസ്രായേൽ മക്കൾക്ക് അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്ത ദേശത്തിന്മേൽ കർത്താവിന്റെ കണ്ണ് ആണ്ടിന്റെ ആരംഭം മുതൽ അവസാനം വരെയുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരിക്കലും ആ ദൃഷ്ടി മാറുന്നില്ല. എന്തുകൊണ്ടാണ് ദേശത്തിന്മേൽ കണ്ണുള്ളത്? ആ ദേശം ഫലഭൂയിഷ്ടമായതുകൊണ്ടല്ല, ആ ദേശത്ത് ഇസ്രയേൽ വന്ന് താമസിക്കുന്നത് കൊണ്ടുമല്ല. ആ ദേശത്ത് ആരാധനാലയമുണ്ട്, ആ ദേശത്ത് ആരാധന നടക്കുന്നുണ്ട്. ഇതാണ് അവിടുത്തെ വിഷയം. ദൈവത്തിന്റെ നന്മ കൊണ്ട് ഒരു വ്യക്തി, ഒരു ദൈവവിധത്തിൽ അലങ്കരിക്കപ്പെടുന്നത് അവരുടെ ശരീരം ദൈവത്തിന്റെ ആലയമായതുകൊണ്ടാണ്. അതിനകത്ത് ആരാധനയുടെ തീ എപ്പോഴും കത്തിക്കൊണ്ടിരിക്കണം. ദൈവമക്കളുടെ മേൽ കർത്താവിന്റെ കണ്ണുള്ളത് കൊണ്ട് അവർക്ക് ശാസന കിട്ടും, അവർക്ക് ബാലശിക്ഷ കിട്ടും, അവർക്ക് പ്രോത്സാഹനം കിട്ടും. എല്ലാം നന്മയ്ക്ക് വേണ്ടിയാണ്. ഏതനുഭവത്തിൽ കൂടെ ദൈവം അവരെ കടത്തിയാലും അതെല്ലാം നന്മയ്ക്ക് വേണ്ടിയാണെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. അപ്പോൾ ഏത് വിഷയത്തിന്മേലും ദൈവത്തിന്റെ ആലയം അവിടെ ഉള്ളത് കൊണ്ടാണ് ആ ദേശത്തിന്മേൽ യഹോവയുടെ കണ്ണുള്ളത്. ആരാധിക്കുന്ന ആലയം. യേശു ആലയത്തിൽ ചെന്നപ്പോൾ യേശുവിന്റെ കണ്ണ് എല്ലാവരെയും കാണുന്നുണ്ട്. അതേസമയം അവിടെ ദൈവത്തിന് വേണ്ടി ഭൗതികമായി സമർപ്പിക്കുന്ന ഭണ്ഡാരത്തിൽ പണമിടുന്നതിന്റെ പേരിലും കർത്താവിന്റെ കണ്ണുണ്ട്. കാരണം ആലയത്തിലെ ചെറുതും വലുതുമായിട്ടുള്ള സകല വിഷയത്തിന്മേലും കർത്താവിന്റെ ദൃഷ്ടിയുണ്ടെന്നർത്ഥം. അതുപോലെ യേശുവിന്റെ പരശുശുശ്രൂഷയുടെ അവസാന ആഴ്ചയിൽ യേശു ആ ദേവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ ചുറ്റും ഒന്ന് നോക്കിയിട്ട് പോയിട്ട് പിറ്റേ ദിവസം കടന്നു വന്ന് വലിയ ശുദ്ധീകരണം നടത്തി. കാരണം എന്റെ ആലയമായതെന്നാ യേശു പറഞ്ഞത്. അന്നത്തെ പുരോഹിതന്മാരും പരീശന്മാരും ഒക്കെ ചോദിച്ചു, നിനക്ക് ഈ അധികാരം ആരാ തന്നെന്ന്? യേശുവിന് പറയാനുള്ളത് ഇതേ ഉള്ളൂ, എന്റെ ആലയമായത്. എന്റെ ആലയം പ്രാർത്ഥനാലയമാണ്. നിങ്ങൾ ഇതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തിരിക്കുകയാണെന്നാ പറഞ്ഞത്. അപ്പോൾ കർത്താവിന്റെ ദൃഷ്ടി തന്റെ ഭക്തന്മാരുടെ മേൽ വെച്ചിരിക്കുന്നത് അതിനകത്ത് ആരാധന നടക്കുന്നത് കൊണ്ടാണ്. പാഠ്യപുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ 1-ാം അധ്യായം 9-ാം വാക്യത്തിൽ വായിക്കുന്നു,
അവന്റെ കണ്ണ് അഗ്നി ജ്വലിക്കുന്ന കണ്ണായിട്ടാണ് തന്റെ സഭയിൽ നടകൊള്ളുന്നത്. സഭയിൽ നടകൊള്ളുന്നത് അഗ്നി ജ്വലിക്കുന്ന കണ്ണുകളുള്ളവനായിട്ടാണ്. ഈ അഗ്നി ജ്വലിക്കുന്ന കണ്ണുകൾ ആ സഭയുടെ ഓരോ ചെറുതും വലുതുമായിട്ടുള്ള വിഷയത്തെയും കണ്ടുകൊണ്ടിരുന്നു. എന്നിട്ട് പറഞ്ഞു, ഞാൻ നിന്നെ അറിയുന്നു. അപ്പോൾ ദൈവം തന്റെ മക്കളെ അറിയുന്നത് കണ്ടുകൊണ്ടാണ് അറിയുന്നത്. ദൈവത്തിന് കാണാം. ദൈവത്തിന് ഒരു മനുഷ്യന്റെ ഹൃദയം കാണാം, ഉദ്ദേശം കാണാം, ചിന്തകൾ കാണാം, പ്രതീക്ഷകൾ കാണാം. എല്ലാം ദൈവത്തിന് കാണുവാൻ കഴിയും. കാരണം അഗ്നി ജ്വലിക്കുന്ന കണ്ണുള്ളവനാ. അതുകൊണ്ട് കർത്താവ് പറയുകയാണ്, നിന്റെ നിലവാരം ഇന്നതാണ്, നിന്നിലുള്ള നന്മ ഇന്നതൊക്കെയാണ്, എന്നാൽ നിന്നിൽ വന്നിട്ടുള്ള പോരായ്മ ഇന്നതാണ്. പരിഹാരം വരുത്തിക്കൊള്ളുക, അല്ലെങ്കിൽ അത് നിനക്ക് നഷ്ടമാണ് എന്നൊക്കെയും സഭകളോട് പറയുവാൻ കാരണം ഇതാണ്. അപ്പോൾ ദൈവത്തിന്റെ മക്കളുടെ മേൽ ഒരു വർഷം ആരംഭിച്ചു. 2024 ജനുവരി 1 തുടങ്ങി 24 ഡിസംബർ 31 വരെ കർത്താവിന്റെ കണ്ണ് നമ്മുടെ മേലുണ്ടായിരുന്നു. ഇതിൻ്റെ അകത്ത് എത്രയോ ശിക്ഷകളും ബാലശിക്ഷകളും ശാസനകളും അതേ പ്രോത്സാഹനങ്ങളും ഒക്കെ കർത്താവ് നമുക്ക് തന്ന പുതുവർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഈ പുതിയ വർഷത്തിൽ പുത്തൻ തീരുമാനങ്ങളോടും പ്രതീക്ഷയോടും സമർപ്പണത്തോടും കൂടെ നാം കർത്താവിന്റെ കരങ്ങളിൽ മുഴു ഹൃദയത്തോടെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ കർത്താവിന്റെ കണ്ണുകൊണ്ട് അവൻ നമ്മെ ഈ പുതിയ വർഷത്തിലും നടത്തുവാൻ, നമ്മുടെ കുഞ്ഞുങ്ങളെ സൂക്ഷിക്കുവാൻ, വേലിക്കെട്ടിനകത്താക്കി കാത്തുകൊള്ളുവാൻ, നമുക്കുള്ള സർവത്തെയും കർത്താവിന്റെ കണ്ണുകൊണ്ടുള്ള വേലിക്കെട്ടിനകത്ത് സൂക്ഷിപ്പാൻ വിശ്വസ്തനാണ്. അവൻ സംവത്സരത്തെ അവന്റെ നന്മ കൊണ്ടാണ് കിരീടമണിയിക്കുന്നത്. മാത്രവുമല്ല, അവന്റെ പാതകൾ പുഷ്ടി പൊഴിക്കുന്നു, കുന്നുകൾ ഉല്ലാസം ധരിക്കുന്നു, മേച്ചൽപ്പുറങ്ങൾ ആട്ടിൻ കോട്ടങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, താഴ്വരകൾ ധാന്യം കൊണ്ട് മൂടിയിരിക്കുന്നു, അവ ആർക്കുകയും പാടുകയും ചെയ്യുന്നു. സംവത്സരം ദൈവത്തിന്റെ നന്മ കൊണ്ട് നിറയുമ്പോൾ അവിടെ ആട്ടിൻകൂട്ടം പെരുകും, അവിടെ താഴ്വര ധാന്യം കൊണ്ട് നിറയും, അവിടെ എല്ലാവിധമായ ഐശ്വര്യങ്ങളും ദൈവത്തിന്റെ നന്മ കൊണ്ടുണ്ടാകുന്നതാണ്. കേവലം സ്വന്തം കഴിവ് കൊണ്ടോ സ്വന്തം വിദ്യാഭ്യാസം കൊണ്ടോ സ്വന്തം ആരോഗ്യം കൊണ്ടോ നേടിയെടുക്കുന്നതല്ല ദൈവത്തിന്റെ നന്മ. അതാണ് യഹോവയുടെ ദൃഷ്ടി. അവന്റെ നന്മയ്ക്ക് വേണ്ടി, അവന്റെ ഗുണത്തിന് വേണ്ടി പ്രതീക്ഷിച്ചിരിക്കുന്നവരുടെ മേലാണ് പകരുന്നത്. ആകയാൽ ഈ വർഷത്തിന്റെ പ്രാരംഭ ദിവസം തന്നെ നമ്മുടെ സഹോദരിമാരുടെ പ്രാർത്ഥനാ പ്രവർത്തനങ്ങളെല്ലാം ആരംഭിച്ച് പുതിയ ശക്തിയോടുകൂടെ ദൈവത്തിന് വേണ്ടി ഈ പുതിയ വർഷത്തിൽ പ്രയോജനപ്പെട്ട് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ നന്മ കൊണ്ട് നിറയുന്ന അനുഭവം, ദൈവത്തിന്റെ കൃപ കൊണ്ട് നിറയുന്ന അനുഭവം, ദൈവത്തിന്റെ ശക്തിയുടെ വ്യാപാരം അനുഭവിച്ചറിയുന്ന അനുഭവം നാം എല്ലാവരും രുചിക്കുവാനിടയാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. വളരെ പ്രാർത്ഥന കൊണ്ട് നമുക്ക് വേലികെട്ടി ദൈവജനത്തെയും ദേശത്തെയും അവകാശപ്പെടുവാൻ നമുക്ക് കർത്താവ് നമ്മെ ശക്തീകരിക്കുമാറാകട്ടെ. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥ പിതാവേ, ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. അത്യുന്നതന്റെ കണ്ണ് ഞങ്ങളുടെ മേലുള്ളത് കൊണ്ട് ഞങ്ങൾ കുലുങ്ങിപ്പോകുവാൻ അവിടുന്ന് സമ്മതിക്കുന്നില്ല, കാൽ വഴുതുവാൻ സമ്മതിക്കുന്നില്ല. അവിടുത്തെ വലങ്കരം ഞങ്ങളെ പിടിച്ചിട്ടുള്ളത് കൊണ്ട് ഞങ്ങളുടെ തല ഉയർത്തുന്ന ഉടയവൻ ജീവിക്കുന്നതുകൊണ്ട് സ്തോത്രം. കർത്താവേ, സെന്ററിന്റെ പ്രവർത്തനങ്ങൾ, ശേഷാൽ സഹോദരിമാരുടെ പ്രാർത്ഥനയുടെ പിൻബലം എല്ലാം ഓരോ ദിവസത്തിലും നടക്കുവാൻ ദൈവം സഹായിക്കുന്നല്ലോ. കർത്താവേ, ഈ പുതിയ വർഷവും ഫലകരമായി ശുശ്രൂഷിപ്പാൻ, പ്രാർത്ഥിപ്പാൻ, ജാഗരിപ്പാൻ, ഇടിവിൽ നിൽക്കുവാൻ സഹോദരിമാരുടെ പ്രവർത്തനങ്ങൾ മുഖാന്തരമാക്കണമേ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. സെന്ററിന്റെ പ്രവർത്തനങ്ങളെല്ലാം ശക്തമായി നടക്കട്ടെ. ഓരോരുത്തരുടെയും കുടുംബങ്ങൾ, തലമുറകളെല്ലാം അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവേ, പ്രതികൂലങ്ങളും അനർത്ഥങ്ങളും അനിഷ്ട സംഭവങ്ങളും ദിവസം തോറും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് ഞങ്ങൾ ജീവിക്കുന്നത്. എന്നാൽ ഇതിന്റെ മധ്യത്തിൽ അതേ കൃപ പെരുകി, കൃപയിൽ പെരുകി, കൃപയാൽ ആഴമായി ഉറച്ചു നിന്നുകൊണ്ട്
കർത്താവിന് വേണ്ടി പുതിയ ഫലം കായ്പാൻ സമൃദ്ധിയായ ജീവൻ എല്ലാവരുടെ മേലും പകരുമാറാകണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സൗകര്യമായിട്ട് പ്രവർത്തനങ്ങളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ പരിശുദ്ധാത്മാവാം ദൈവത്തിന്റെ കൃപയും സാന്നിധ്യവും നാം ഏവരോടും പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും നമ്മുടെ പ്രവർത്തനങ്ങളോട് ഈ വർഷം മുഴുവൻ കർത്താവിന്റെ വരവരെയും ഇപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.